സർ, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ്. എൻ്റെ ആദ്യ സബ്മിഷൻ എൻ്റെ നിയോജകമണ്ഡലത്തിലെ വളരെ ഗൗരവമായ ഒരു പ്രശ്നം ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർ, നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണം എല്ലാ കാലത്തും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്. മാലിന്യ സംസ്കരണത്തിനായി ഒരു കോഡോ ഒരു കൾച്ചറോ ഡെവലപ്പ് ചെയ്യാൻ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. എൻ്റെ നിയോജകമണ്ഡലത്തിലെ പ്രശ്നം മാലിന്യ സംസ്കരണ കമ്പനി ഉണ്ടാക്കുന്ന മാലിന്യമാണ്. എൻ്റെ മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകൾ കട്ടിപ്പാറ, ഓമശ്ശേരി, താമരശ്ശേരി, സമീപത്തുള്ള ബഹുമാനപ്പെട്ട അംഗം CK കാസിമിൻ്റെ നിയോജകമണ്ഡലമായ തിരുവമ്പാടിയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളടക്കം ഏതാണ്ട് 4000-ലധികം കുടുംബങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഫ്രഷ് കട്ട് എന്ന പേരിലുള്ള ഒരു അറവ് മാലിന്യ സംസ്കരണ കമ്പനി അവിടെയുള്ള ഒരു പുഴ, മനോഹരമായിരുന്ന ഒരു പുഴ, ഇരുതുള്ളിപ്പുഴ, അത് മലിനമാക്കി. മൂക്ക് പൊത്തിയിട്ടല്ലാതെ ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ 7 കൊല്ലമായി ജനങ്ങൾ ഈ കമ്പനി അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലാണ്. സർ, സമരം ചെയ്ത ജനങ്ങളെ കഴിഞ്ഞ സർക്കാർ നിരവധി ഒരു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ, ഒരു ഒഫൻസ് ചെയ്തതിൻ്റെ പേരിൽ 7ഉം 8ഉം FIR ചുമത്തി അവരെ ആകെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. സർ, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ്. ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ കേസിൽപ്പെടുത്തി, കള്ളക്കേസിൽപ്പെടുത്തി അവരെ പ്രയാസപ്പെടുത്തി. അവർക്കവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അങ്ങ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അവിടെ സന്ദർശിച്ച് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അത് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അങ്ങ് മുഖ്യമന്ത്രി ആയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടി ആ ജനങ്ങളുടെ പ്രയാസത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും അവർക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം CPK ഫിറോസ് ഇവിടെ ഉന്നയിച്ചത്. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹം പറയുന്നത് പോലുള്ള വിഷയം. ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്റ്റ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിഭയങ്കരമായ ദുർഗന്ധവും ജലമലിനീകരണവും സംബന്ധിച്ച ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായ സ്വാഭാവികമായ ഒരു ജനകീയ പ്രക്ഷോഭമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നാലും നമ്മൾ സമരം ചെയ്യും, ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങി നമ്മൾ സമരം ചെയ്യും. ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത, രോഗബാധിതരായി അവർ പോകുമോ എന്നുള്ള ഭയം, അവിടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ആ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ ഒരു കേസ്, നിലവിലുണ്ടായിരുന്ന ഒരു കേസിൽ ഹൈക്കോടതി പ്ലാന്റിൽ നിന്നുള്ള മലിനജലം പുഴയിലേക്ക് ഒഴുകുന്നില്ലെന്ന് ഉറപ്പാക്കാനും മലിനീകരണം സംബന്ധിച്ച പരാതികളിൽ നിരന്തരമായ നിരീക്ഷണം നടത്താനും ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡ്, DLFMC, കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്ലാന്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ കോടതിയെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വിദഗ്ധ സമിതി അടിയന്തരമായി അക്കാര്യത്തിൽ നിയമിക്കും. ആ വിദഗ്ധ സമിതി പരിശോധിച്ച റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് അവർ കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവിടെ ഈ വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ കുറച്ചിട്ടില്ല. വീണ്ടും ഉയർന്ന തരത്തിലുള്ള ക്വാണ്ടിറ്റിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഭയങ്കര അവിടെ നിൽക്കാൻ വയ്യാത്ത വേസ്റ്റാണ് ഈ ക്വാണ്ടിറ്റിയിലൂടെ അവിടെ വരുന്നത്. അപ്പോൾ വിദഗ്ധ സമിതി പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ അനുവാദത്തോടു കൂടി ഉചിതമായ നടപടി സ്വീകരിക്കും. പിന്നെ ഈ സർക്കാരിൻ്റെ നിലപാട് അവിടെ നടന്നത് ഒരു ജനകീയ സമരമാണെന്നാണ്. ആ ജനകീയ സമരത്തിലെ കേസുകൾ പിൻവലിക്കുന്ന കാര്യവും സർക്കാർ ഗൗരവമായി പരിശോധിക്കും.